അപ്പോൾ ഹൊണ്ണാവറിലെ അടുത്ത സ്പോട്ടിൽ നമ്മൾ എത്തിയിട്ടുണ്ട്. ഹൊണ്ണാവറിലെ ഇക്കോ ബീച്ചിലാണ് നമ്മളുള്ളത്. അപ്പൊ ക്ലീൻനെസ് ഒക്കെ പറഞ്ഞാൽ വേറൊരു ലെവലാണ് ഇവിടെ. അപ്പൊ ഒരുപാട് സംഭവങ്ങൾ ഇവിടെ കാണാനുണ്ട്. അപ്പൊ നിതിൻ കാലി വ്ലോഗിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമാൺ, എന്തൊക്കെയാ വിശേഷങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് നോക്കാം. കമാൺ. ഒരുപാട് ടൂറിസ്റ്റുകൾ ഒരുപാട് സ്ഥലത്ത് നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്ലേസ് തന്നെയാണ് ഹൊണ്ണാവറിലെ ഇക്കോ ബീച്ച്. ശരിക്കും പറഞ്ഞാൽ ഇത്രയും ക്ലീൻ ആയിട്ടുള്ള ഒരു ബീച്ച് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ബീച്ചിലേക്ക് കയറുമ്പോൾ തന്നെ അതിൻ്റെ ഒരു വാർണിംഗ് സർവിൻ്റെ റൂട്ട് മാപ്പ് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ബീച്ചിലൂടെ നടക്കാനൊക്കെയുള്ള പ്ലേസ് ഒക്കെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേരാണ് ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു പ്ലേസ് കൂടി അവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു നീറ്റ്നെസ് തന്നെയാണ്. അപ്പോൾ അടിപൊളി ഫോട്ടോസ് ഒക്കെ എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് അടിപൊളി കിടിലൻ ഫോട്ടോസ് ഒക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഹൊണ്ണാവറിനൊക്കെ വന്ന് ഫ്രണ്ട്സിനൊക്കെ അറിയിക്കണമെങ്കിൽ ഇവിടെ 1-2 ഫോട്ടോസ് ഒക്കെ എടുത്തിട്ട് പോവാം. അടിപൊളി. അപ്പം ഇങ്ങനെ നമ്മൾ അതിലൂടെ നടന്നു വരുമ്പോൾ കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരുപാട് പ്ലേസുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയ ഒരുപാട് സംഭവങ്ങൾ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം അവരും എൻജോയ് ചെയ്യട്ടെ അല്ലേ. ഇത്രയും ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ പോലും എന്നെ അതിശയിപ്പിച്ചൊരു കാര്യം ഇവിടെ ഒരു മാലിന്യങ്ങൾ പോലും ഇല്ല എന്നതാണ്. ഇത് എടുത്തു പറയേണ്ട ഒരു സംഭവം തന്നെയാണ്. എന്ത് നീറ്റായിട്ടാണ് ഈ ബീച്ച് അവർ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളാണ് ഓരോ ദിവസവും ഈ ഇക്കോ ബീച്ചിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ബീച്ച് കണ്ടാൽ നിങ്ങൾക്കറിയാം, ഒരു മാലിന്യങ്ങൾ പോലും ഇവിടെ ഇല്ല. ഒരു മിഠായി കടലാസ്, ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ പോലും ഒരാൾ പോലും ഇവിടെ ഇടുന്നില്ല. അതാണ് ഇവിടുത്തെ അവർ അത്രയും മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത്. അപ്പൊ നമ്മുടെ നാട്ടിലെ അവസ്ഥയും കൂടി നമ്മൾ ആലോചിച്ച് പോവാണ്. എന്നാണ് നമ്മുടെ നാട് ഒന്ന് മാറുക, അവിടുത്തെ ബീച്ചിന്റെ അവസ്ഥകളൊക്കെ ഒന്ന് മാറിയിട്ട് ഇതേപോലെ കാവുക എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോവുകയാണ്. അങ്ങനെ ബീച്ചിലൊക്കെ അടിച്ച് പൊളിച്ചിങ്ങനെ നടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തോന്നുന്നു ബീച്ചിലൊന്ന് ഇറങ്ങി ഒന്ന് കുളിച്ചാലോ എന്ന്. അങ്ങനെ തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാനുള്ള ഒരു പ്ലേസ് കൂടി അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് സെറ്റായിട്ട് പോകട്ടോ. അപ്പോൾ നിങ്ങൾ ഹൊണ്ണാവറിൽ വരാനുള്ള പ്ലാൻ ഉണ്ടെങ്കിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്തൊരു പ്ലേസ് തന്നെയാണ് ഹൊണ്ണാവറിലെ ഇക്കോ ബീച്ച്. അപ്പോൾ ബീച്ചിലേക്ക് വരുന്ന സമയത്ത് അതിനോട് ചേർന്ന് തന്നെയാണ് അവിടെ ഒരു പാർക്ക് കൂടി അവർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ കാഴ്ചകൾ കൂടി കണ്ടിട്ട് പോകും. നമ്മൾ ബീച്ചിൽ വന്നിട്ട് അതിനോട് ചേർന്നിട്ട് തന്നെയാണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലൂടെ നടക്കുന്ന സമയത്ത് നമുക്ക് നല്ല ഫോട്ടോസ് എടുക്കാനൊക്കെ അടിപൊളി പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക.